ഹലോ, ഇന്നൊരു 2 ദിവസത്തെ വീഡിയോ കേട്ടോ, ഒറ്റ വ്ളോഗായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചേ. ജലദോഷമൊക്കെ പിടിച്ചതുകൊണ്ട് തീരെ വയ്യാതിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കാര്യമായിട്ട് വർക്കൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ കൊടുക്കേണ്ട കുറച്ച് അത്യാവശ്യമുള്ളത് ഉണ്ടായിരുന്നത് കൊണ്ട് തീർക്കാതിരിക്കാനും പറ്റില്ല. അപ്പോൾ അങ്ങനെ നടന്ന കുറച്ച് വർക്കുകളാട്ടോ ഇന്ന് കാണിക്കണേ. ആ ജലദോഷത്തിൻ്റെ ആഫ്റ്റർ എഫക്റ്റുകളൊന്നും ഇപ്പോഴും മാറിയിട്ടില്ല കേട്ടോ. സൗണ്ട് ഇനി ശരിയാവാനുണ്ട്. പിന്നെ എന്താ പറയുക, ഒരുപാട് നാളുകൾക്ക് ശേഷം ഞാൻ ഹാൻഡ് വർക്ക് ചെയ്യാൻ വേണ്ടി ഇരുന്നതാണ്. ഞാനങ്ങനെ ചെയ്യാനിരിക്കാറേ ഇല്ല, സ്റ്റിച്ചിങ് മാത്രമാണ് ചെയ്യാറ്. പക്ഷേ ഞാനിത് കണ്ടപ്പോൾ വിചാരിച്ചു ജസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലാവുന്നത് ഞാനിതിൽ എത്ര പുറകിലാണെന്നുള്ളത്. അതായത് ഒരു തരത്തിലുള്ള ഫിനിഷിങ്ങും ഇല്ല, എനിക്ക് തന്നെ ഒരു തൃപ്തിയൊന്നും തോന്നണില്ല. പിന്നെ ഞാൻ വിചാരിച്ചു ഞാനിത് സ്ഥിരം ചെയ്യണ പരിപാടി അല്ലല്ലോ, മാത്രമല്ല ഞാൻ കുറേ കാലമായി ചെയ്തിട്ട്, അപ്പോൾ അറിയില്ലെന്ന് വിചാരിച്ചിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഈ ഒരു ഇതിൽ വരുന്ന സമയത്ത് നമ്മളെല്ലാം അറിഞ്ഞിരിക്കണ്ടേ. ആ ഒരു ചിന്ത വെച്ചിട്ട് ഞാൻ ഫിനിഷിങ് ഇത്തിരി കുറഞ്ഞാലും വേണ്ടില്ല, ഇതെന്തായാലും ഞാൻ കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളൊരു എയിം എനിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആദ്യം സ്ലീവിൻ്റെ വർക്ക് തീർക്കുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് തലേദിവസം വൈകുന്നേരം ഇരുന്നിട്ട്, അത് രാത്രിയിൽ ഇരുന്നിട്ട് സ്ലീവിൻ്റെ വർക്ക് രണ്ടും തീർത്തു. അത് കഴിഞ്ഞ് പിറ്റേന്നാണ് അതിൻ്റെ സ്റ്റിച്ചിങ് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നത്. തുടങ്ങിയ സമയത്ത് ഒരു തപ്പലും അങ്കലാപ്പൊക്കെ ഉണ്ടായിരുന്നെങ്കിലും, പക്ഷേ അത് ഒരുവിധം എന്താ പറയുക, ഒരു സ്ലീവ് കഴിഞ്ഞപ്പോൾ തന്നെ കുഴപ്പമില്ലല്ലോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഫിനിഷിങ് ആയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. എന്നാലും കുഴപ്പമില്ലാണ്ട് ഞാൻ ഒപ്പിച്ചിട്ടുണ്ട്. ഇതവർ ഓൺലൈൻ പർച്ചേസ് ചെയ്തതാട്ടോ. മൂൺ ഗോഡ്സിൻ്റെ കളക്ഷനാണേ. അതിൽ നെക്കിലേക്ക് മാത്രമേ വർക്ക് വരണുള്ളൂ, അതിൻ്റെ സ്ലീവിലൊന്നുമില്ല, അത് ഭയങ്കര പ്ലെയിനാണ്. അപ്പോഴാണ് അവർ പറഞ്ഞത് എന്തെങ്കിലും സ്ലീവിലേക്ക് ചെയ്യുമോ എന്നുള്ളത്. സമയമില്ലാത്തത് കൊണ്ട് സിമ്പിളായിട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ചു. അതാണ് ഇങ്ങനത്തെ ഒരു സാഹസത്തിന് മുതിർന്നത്. രാത്രിയിൽ തന്നെ അത് രണ്ട് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടോ ഞാൻ കിടന്നുറങ്ങിയേ. പിറ്റേന്ന് കാലത്തൊരു 6 മണിക്ക് എണീറ്റിട്ടാണ് പിന്നെ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അതിൽ അവരുടെ ഒരു 3 ടോപ്പുകൾ ഓൾട്ടർ ചെയ്യാനും പിന്നെ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്യാനുമായിരുന്നു. ആ സ്റ്റിച്ച് ചെയ്യാനുള്ളത് ഇതായിരുന്നു കേട്ടോ. ഇതിന് 3/4 പഫ് സ്ലീവ് വന്നിട്ട് പിന്നെ സ്ക്വയർ നെക്കാണ്. നെക്കിന് ഗോൾഡൻ കളർ പൈപ്പിംഗ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആ പൈപ്പിംഗ് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിക്കുക കേട്ടോ ചെയ്തേ. കാരണം ആ ഷെയ്ഡ് ഇവിടെ മെറ്റീരിയൽ ഉണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നി കുറച്ചും കൂടെ ഫിനിഷിംഗ് ആയിട്ടിരിക്കുക ആ ഒരു ഇത് വരുമ്പോഴാണ്. ഏതാണ്ട് ഒരു 47 ഇഞ്ചിൽ സ്ലിറ്റഡ് കുർത്തയായിരുന്നു കേട്ടോ. അത് സ്റ്റിച്ച് ചെയ്യാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആദ്യം അത് ഫിനിഷ് ചെയ്ത് വെച്ചു. കാരണം എനിക്ക് അതായിരുന്നു കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയത്. കാരണം അതൊരു മെറ്റീരിയൽ അല്ലേ, അതിലധികം പണിയെടുക്കുക, അതായത് നമ്മളുടെ ഇതിന് പെട്ടെന്ന് നമുക്കത് കഴിയുമല്ലോ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്നലെ നമ്മൾ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ടോപ്പ് എടുത്തത്. ഇതിന് ശരിക്കും കംപ്ലീറ്റ് ഇത് അഴിക്കണം, സ്ലീവ് അഴിക്കണം, പിന്നെ അതിൻ്റെ ഷോൾഡറിൻ്റെ വൈഡ് കുറയ്ക്കണം, പിന്നെ അതിൻ്റെ എന്താ പറയുക വേസ്റ്റിൻ്റെ അവിടെ നിന്നുള്ള ഇറക്കമുണ്ട് അത് കുറയ്ക്കണം. അങ്ങനെ കുറേ പണികളുണ്ടായിരുന്നു. മൊത്തത്തിലുള്ള അതിൻ്റെ ഇറക്കം കുറയ്ക്കണം, അങ്ങനെ കുറേ ഓൾട്ടർ ചെയ്യാനുണ്ടായിരുന്നു ആ ഡ്രസ്സ്. ഇതിൻ്റെ ഷോർട്ട് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വിശദമായിട്ട് ചാനലിൽ പറയാമെന്ന് പറഞ്ഞിട്ട്. അത് കണ്ടോ, ഇത് ഞാൻ ഇന്നലെ രാത്രി ഇന്ന് ചെയ്തതാണ്. ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇതൊക്കെ ഉണ്ടല്ലേ, അതുമായിട്ടൊരു മാച്ചിങ് ഒക്കെ തോന്നുന്നുണ്ടല്ലേ. ഞാനത് പിന്നെയും ക്രോസ് ചെക്ക് ചെയ്ത് നോക്കായിരുന്നു, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതിന് എന്തെങ്കിലും അഴിച്ച് പണിയണോ എന്നൊക്കെ. അപ്പം എനിക്ക് തോന്നി വേണ്ട, കുഴപ്പമില്ല, അത് അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് വിചാരിച്ചു. പിന്നെ സ്ലീവിലേക്കാണല്ലോ വരണത്. ഇതിൻ്റെ ഫ്രണ്ട് പാർട്ട് വന്നിട്ട് പ്ലീറ്റഡും ബാക്ക് എയർലൈൻ ടൈപ്പും ആട്ടോ. ആ പ്ലീറ്റഡ് വരുന്ന ഭാഗത്ത് ശരിക്കും ആ ഒരു വർക്കിൻ്റെ അവിടെ താഴത്തേക്ക് 2.5 ഇഞ്ചോളം ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അത് 1 ഇഞ്ചോളം കുറയ്ക്കാൻ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കയറ്റി വെച്ചു. അപ്പോൾ അത് കംപ്ലീറ്റ് അഴിക്കണം, അതിൻ്റെ ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കംപ്ലീറ്റ് അഴിച്ചു. സ്ലീവിൻ്റെ ഇറക്കം കുറയ്ക്കാനുണ്ടായിരുന്നു, ഒക്കെ അഴിച്ച് വീണ്ടും റീസ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യാനുണ്ടായിരുന്നത് ഈ ടോപ്പായിരുന്നേ. ഇത് ഞാൻ ഇതിന് മുന്നേ സ്ലീവിൽ ലേസൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുത്തതായിരുന്നു. പക്ഷേ അന്ന് എന്നോട് സ്ലീവ് മാത്രം ചെയ്താൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനതിൻ്റെ ബോഡിയിലേക്ക് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ബോഡിയുടെ അവിടെ കൊണ്ട് അത് പിന്നെ ഷേപ്പ് ആവാനുണ്ടായിരുന്നു, അതുകൊണ്ട് ആൾക്കത് ഇടാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അതിൻ്റെ നെക്ക് ഇത്തിരി കുടുങ്ങിയ പോലെ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് വൈഡാക്കാനുണ്ടായിരുന്നു. പിന്നെ അവർ പറഞ്ഞു അതിൻ്റെ അടിയിലേക്ക് നമ്മൾ സ്ലീവിൽ വെച്ച ലേസില്ലേ അതും കൂടി അറ്റാച്ച് ചെയ്ത് കൊടുക്കുമെന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ആ ലേസ് ഞാൻ വാങ്ങിയത് അറ്റാച്ച് ചെയ്ത് കൊടുത്തു. അത് സ്റ്റിച്ച് ചെയ്യാൻ എളുപ്പമായിരുന്നു കേട്ടോ, വലിയ പണി ഉണ്ടായിരുന്നില്ല. അങ്ങനെ കഴിഞ്ഞു നമ്മളുടെ മൊത്തം ഉണ്ടായിരുന്നത്. പിന്നെ ഉണ്ടായിരുന്ന ഒരു ടോപ്പിന് അതിൻ്റെ ഷോൾഡർ ബട്ടൺ വയ്ക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അത് മാത്രമേ അതിനുണ്ടായിരുന്നുള്ളൂ. അങ്ങനെ 4 എണ്ണമാണ് മൊത്തം നമുക്ക് ആ വർക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാം ഫിനിഷ് ചെയ്തു.
ഇനി ഇത് പാക്ക് ചെയ്തിട്ട് ബില്ലും കൂടി എഴുതിയതിന് ശേഷം ഇവിടെ തന്നെ ആളുടെ ബ്രദർ വർക്ക് ചെയ്യുന്ന ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതങ്ങടെ കിട്ടിക്കോളും. അപ്പോൾ പിന്നെ നമുക്ക് അത്ര പണിയേ ഉള്ളൂ. എനിക്കത് അങ്ങടെ എത്തിച്ച് കൊടുക്കേ വേണ്ടൂ. അപ്പോൾ ഞാനതെല്ലാം കവറിൽ പാക്ക് ചെയ്യാണ്. എന്താ പറയുക, ഇനി അതിൻ്റെ ബില്ലും കൂടി എഴുതിയിട്ട് വേണം അത് കൊടുത്തു വിടാൻ വേണ്ടിയിട്ട്. സ്റ്റിച്ചിങ്ങിൻ്റെ ബില്ലും പിന്നെ നമ്മൾ ലേസ് വാങ്ങിച്ചതിൻ്റെ ചാർജൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്തു. എന്താ പറയുക, അപ്പോൾ ഞാനതെല്ലാം ഒന്നും കൂടി ഒന്ന് നോക്കുകയാണ്, എന്തെങ്കിലും വിട്ട് പോയിട്ടുണ്ടോ, പിന്നെ എമൗണ്ടിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്ത്. അതായത് ബില്ല് എഴുതുന്ന സമയത്ത് ഞാൻ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്യും. കാരണം എനിക്കെപ്പോഴും മിസ്സിങ് വരാറുണ്ട്. ഒന്നെങ്കിൽ എന്തെങ്കിലും എമൗണ്ട് ഞാൻ വിട്ടു പോവും, അതല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ എവിടെ എന്തെങ്കിലും ഒരു മിസ്സിങ് ഞാൻ എപ്പോഴും വരുത്താറുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് ഞാനത് ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ എനിക്ക് ഭയങ്കര മറവിയുമാണ്. ഞാൻ ചില കാര്യങ്ങൾ, ചിലതെന്നല്ല ഒട്ടുമിക്ക കാര്യങ്ങളും ആ ഒരു സെക്കൻഡ്, ആ ഒരു വിഷയം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഓർക്കില്ല, ഞാൻ മറന്നു പോകും. അങ്ങനെ ബില്ലൊക്കെ എഴുതി അത് കവറിൽ കറക്റ്റാക്കി എടുത്തു വെച്ചു കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നുകൂടി നോക്കായിരുന്നു. കുഴപ്പമൊന്നുമില്ല, ഞാൻ മിസ്സിങ് ഒന്നും വരുത്തിയിട്ടില്ല, ഒക്കെ കറക്റ്റാക്കി എടുത്തു വെച്ചു. അതുപോലെ തന്നെ ഞാൻ ഈ ബില്ല് എഴുതണൊപ്പം തന്നെ ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ എന്താ പറയുക, നമുക്ക് ഒരു മാസം ശരിക്കും എത്ര നമ്മുടെ കയ്യിൽ ഏണിങ് വരുന്നുണ്ട് എന്നുള്ളത് ഞാനതിൻ്റെ വേറെ ഒന്നും എഴുതി വെക്കാറില്ല. ജസ്റ്റ് കസ്റ്റമറെ പേര് എഴുതും, എത്ര രൂപ എമൗണ്ട് കിട്ടിയെന്ന് എഴുതും. അതിൻ്റെ ഇപ്പുറത്ത് നമുക്ക് ആ പൈസ കിട്ടുന്നതിനായിട്ട് ചിലവുകൾ ബാക്കി വേറെ വരുന്നുണ്ട്, അതൊന്നും ഞാൻ കണക്കാക്കാറില്ല. ഏകദേശം എത്ര എമൗണ്ട് വരുന്നുണ്ട്, അതായത് നമ്മളൊരു മാസം എത്ര രൂപയ്ക്ക് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാനുള്ള ആ ഒരു ഇത് മാത്രം ഉദ്ദേശിച്ചിട്ട് ചെയ്യണതാട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ എൻ്റെ കഴിഞ്ഞ 2 ദിവസങ്ങൾ. വലിയ തിരക്കും ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാൽ വർക്ക് ഉണ്ടായിരുന്നു താനും. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ.